നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ബൈബിളിലെ മുടിയനായ പുത്രന്റെ കഥ നിങ്ങളിൽ ഭൂരിഭാഗം പേർക്കും അറിയാമായിരിക്കും. അറിയാത്തവർക്കായി വളരെ ലളിതമായെന്ന് പറയാം. തന്റെ സ്വത്തുക്കളെല്ലാം വാങ്ങി ദൂർത്തടിച്ച് ഒടുവിൽ ഒന്നുമില്ലാതെ കിലുക്ക സിനിമയിൽ ഇന്നസെന്റ് തിരിച്ചു മറന്നു വരുന്ന പോലെ എല്ലും തോലുമായി വീട്ടിലേക്ക് മടങ്ങിയെത്തിയ ഇളയ മകൻ. അവൻ വരുമ്പോൾ കടക്ക് പുറത്ത് പട്ടി എന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കുന്നതിന് പകരം സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച് വീട്ടിൽ വളർത്തിയ ഏറ്റവും കൊഴുത്ത കാളക്കുട്ടിയെ അറുത്ത് വിരുന്നൂട്ടിയ ഒരു പിതാവ്. ഇത് കണ്ട് ചോര നീരാക്കി പണിത മൂത്ത മകൻ കോപിച്ചപ്പോൾ നഷ്ടപ്പെട്ടു പോയ മകൻ തിരിച്ചു വന്നപ്പോൾ ആഘോഷിക്കണം എന്നായിരുന്നു പിതാവിന്റെ മറുപടി. എന്തിനാണ് ഇപ്പോൾ ഈ കഥ പറയുന്നത് എന്ന് ആലോചിക്കുന്നുണ്ടാകും. കാരണം കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഇതാ മുടിയനായ പുത്രന്റെ ഒരു അടിപൊളി മാർക്സിസ്റ്റ് വേർഷൻ അരങ്ങേറുകയാണ്. അത് നമ്മൾ പറഞ്ഞു വരുന്നത് മറ്റാരെ പറ്റിയുമല്ല, സഖാവ് ബിനീഷ് കോടിയേരി കുറിച്ച് തന്നെ. മറുവശത്ത് പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കാൻ വേണ്ടി ബിനീഷ് കോടിയേരി അപേക്ഷ കൊടുക്കാൻ തുടങ്ങി നാളുകളേറെയായി. 6 മാസം കൂടുമ്പോൾ അപേക്ഷ കൊടുക്കും. അത് ബ്രാഞ്ചിൽ നിന്ന് ലോക്കലിലേക്കും, ലോക്കലിൽ നിന്ന് ഏരിയയിലേക്കും, അവിടെ നിന്ന് ജില്ലാ സംസ്ഥാന കമ്മിറ്റികളിലേക്കും, അങ്ങനെ പല പല മേശകൾ കയറി ഇറങ്ങി ഫയലിൽ ഉറങ്ങുകയായിരുന്നു. ബിനീഷിന് അംഗത്വം പുതുക്കി നൽകണോ വേണ്ടയോ എന്ന കാര്യത്തിൽ പാർട്ടി നേതൃത്വം കടുത്ത ആശയക്കുഴപ്പത്തിലായിരുന്നു. പത്രങ്ങളിലൊക്കെ ഈ വാർത്ത നിറഞ്ഞു നിന്ന സമയത്താണ് കളി മാറിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ താമസിക്കുന്ന വാടക വീട്ടിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ED റെയ്ഡിനായി എത്തുന്ന ഒരു നിർണായക ഘട്ടമുണ്ടായി. എനിക്ക് പാർട്ടി മെമ്പർഷിപ്പ് തരാത്തതുകൊണ്ട് ഞാൻ പ്രതിഷേധിക്കാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ ബിനീഷിന് വേണമെങ്കിൽ കഴിയുമായിരുന്നു. എന്നാൽ ബിനീഷ് അത് ചെയ്തില്ല. കാരണം പുള്ളി വെറുമൊരു ബിനീഷല്ല, മുൻ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകനാണ്. അതിലുമുപരി ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കരുത്തനായ നേതാവായിരുന്ന അന്തരിച്ച രാജഗോപാലൻ മാഷിന്റെ മകളുടെ മകൻ. ആ വീരരക്തം തിളച്ചുമറിഞ്ഞു. അവിടെ മെമ്പർഷിപ്പിനേക്കാൾ വലുത് പാർട്ടിയോടുള്ള കൂറാണെന്ന് ബിനീഷ് തെളിയിച്ചു. സമരത്തിന്റെ മുൻപന്തിയിൽ നിൽക്കുക മാത്രമല്ല, ചോദ്യം ചോദിക്കാൻ വന്ന മാധ്യമപ്രവർത്തകർക്ക് ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി നൽകി പ്രതിരോധ കോട്ട തീർക്കുവാനും ബിനീഷിനായി. നേരത്തെ ലഹരി മരുന്ന് കേസുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽപ്പെട്ട് ബാംഗ്ലൂരിലെ പരപ്പന അഗ്രഹാര ജയിലിൽ 1 വർഷത്തോളം ബിനീഷ് കോടിയേരി കിടന്നിട്ടുള്ളതാണ്. അത് പാർട്ടിക്കും വലിയ രീതിയിൽ ക്ഷീണമുണ്ടാക്കിയിരുന്നു. അതിന്റെ പേരിലാണ് പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ താൽക്കാലികമായി ആ പദവിയിൽ നിന്ന് മാറി നിന്നതുപോലും. പിന്നീട് ജാമ്യം നേടി തലയുയർത്തി പുറത്തു വന്ന ശേഷമാണ് കോടിയേരി വീണ്ടും സെക്രട്ടറി കസേരയിലേക്ക് തിരിച്ചെത്തിയത്. ഇന്ന് CPM വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. മാസപ്പടി വിവാദവും എക്സാലോജിക്കും CMRലും തമ്മിലുള്ള ഇടപാടുകളിലൊക്കെ പുറത്തു വന്നപ്പോൾ പാർട്ടി പ്രതിരോധത്തിലാണ്. എന്താണ് സംഭവിച്ചതെന്ന് CPM നേതാവ് ബിനോയ് വിശ്വത്തിന് മാത്രമല്ല, കേരളത്തിലെ കൊച്ചു കുട്ടികൾക്ക് വരെ ഇപ്പോൾ അറിയാം. പാർട്ടി കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ പറ്റി വളരുന്ന ചില സാംസ്കാരിക നായകർ ഒഴികെ ബാക്കി എല്ലാവരും പാർട്ടിയെ വിമർശിക്കുന്ന ഈ ഘട്ടത്തിലാണ് മുൻപിൽ നോക്കാതെ പാർട്ടിയെ രക്ഷിക്കാൻ ബിനീഷ് കോടിയേരി രംഗത്തിറങ്ങിയത്. ഇത്രയും വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ പാർട്ടിയെ താങ്ങാൻ ഓടിയെത്തിയ ഈ ചോപ്പൻ മുടിയനായ പുത്രനെ പാർട്ടി ഇനി എങ്ങനെ കൈവിടും? അതുകൊണ്ട് തന്നെ ബിനീഷിനെ പാർട്ടി തിരികെ എടുക്കുകയാണ്. ഇനി അദ്ദേഹത്തിന് വേണ്ടി പാർട്ടി കൊഴുത്ത കാളക്കുട്ടിയെ അറയ്ക്കുമോ അതോ കോഴിയെ അറക്കുമോ എന്ന് കണ്ടു തന്നെ അറിയണം. ഏതായാലും സഖാവ് ബിനീഷിന്റെ കുറവ് പാർട്ടിയിൽ ഉണ്ടായിരുന്നു എന്നത് സത്യമാണ്. ഈ വരവോടെ ഇനി പാർട്ടിയെ പിടിച്ചാൽ കിട്ടില്ല. ചെങ്കോട്ടയിൽ ചെങ്കൊടി പാറുമെന്നും ബിനീഷ് കോടിയേരി ഇന്ത്യ ഭരിക്കുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.